ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുമായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഇന്നിപ്പോൾ 4 സിനിമകൾ റിലീസ് ചെയ്തു. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏകദേശം 13ഓളം റിലീസുകളുണ്ട്. ഒരു ചാകര തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, തോൽവി FC എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് വന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു സീരീസാണ്, ഒരു ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് സീരീസാണ്. ദ ബ്രദേഴ്സ് സൺ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡ്രാമ റൊമാൻറ്റിക് ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹൈ നാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മൃണാൽ താക്കൂറും നാനിയൊക്കെ പ്രധാന വേഷം കൈകാട്ടിയ സിനിമയാണ്. നല്ല അഭിപ്രായം നേടി നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. സൊസൈറ്റി ഓഫ് ദ സ്നോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഡ്രാമ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 റിലീസുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജനുവരി മാസം 5-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എ സവന്ന ഹോണ്ടിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എ സവന്ന ഹോണ്ടിങ്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. കൊഞ്ചൂറിൻ കണ്ണപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എക്സ്പാൻഡബിൾസ് 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം എയർടെൽ എക്സ്ട്രീമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ സയൻസ് ഫിക്ഷൻ റൊമാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. FOE ഫോയ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗുഡ് ഗ്രീഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി മിസ്റ്ററി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ഒക്കെ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. ഗ്യാങ്സിയോങ് ക്രിയേച്ചർ പാർട്ട് 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സെക്കൻഡ് സീസണാണ്. ഫസ്റ്റ് സീസൺ ഒരു 7 എപ്പിസോഡുകളുടെ ഒരു സീസണാണ്. അപ്പോൾ ഈ സെക്കൻഡ് സീസൺ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോട് കൂടിയായിട്ട് നെറ്റ്ഫ്ലിക്സിലായിട്ട് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. കൊറിയൻ സീരീസാണ്. കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിരിക്കും. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നൊരു സീരീസാണ്. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ലില്ലി റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തീർക്കുന്ന ഒരു സീരീസാണ്. പേരിലൂർ പ്രീമിയർ ലീഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. സണ്ണി വേനും നിഖില വിമലും വിജയരാഘവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. മലയാളം ഉൾപ്പെടെ 7 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. വെയിറ്റിംഗ് ആണ്. സീരീസ് എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ സീരീസിൻ്റെ വിശേഷങ്ങൾ എത്തിക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഹിന്ദി സിനിമയാണ്. ഹിന്ദി മൂവിയാണ്. തേജസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കങ്കണ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ C5 വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മാർഷ് കിങ്സ് ഡോട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാക്കിയായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വാർഹോസ് 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്.
ഉടൽ എന്ന് പറഞ്ഞ സിനിമ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാലമായിട്ട് മലയാളികൾ കാത്തിരിക്കുന്നുണ്ട്. ജനുവരി മാസം 5-ാം തീയതി ഈ ഒരു സിനിമ, അതായത് നാളെ വൈകിട്ട് 6 മണി 5 മണി 6 മണി ആ ടൈമിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. സൈനാപ്ലയിൽ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. രാത്രി 12 ശേഷമല്ല വരാറുള്ളത്, വൈകുന്നേരം അന്ന് എന്നാണ് പിന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു ഡേറ്റിൽ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് ശേഷം 5 മണി 6 മണി ആ ടൈമിലൊക്കെയാണ് ഈ ഒരു സിനിമകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഉടൽ എന്ന് പറഞ്ഞ സിനിമ ജനുവരി മാസം 5-ാം തീയതി, അതായത് നാളെ വൈകിട്ട് 5 മണിക്ക് ശേഷം നമുക്ക് ആസ്വദിക്കാവുന്നതാണ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി. അടുത്തത് ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത ഒരു സിനിമയാണ് കാതൽ ദ കോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ മമ്മുക്ക ജ്യോതിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. റിലീസ് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണ്, സർപ്രൈസ് റിലീസായതാണെന്നും. അപ്പോൾ ഇന്ത്യയിലല്ല റിലീസ് ചെയ്തിട്ടുള്ളത്, ഓവർസീസിലാണ്, റെൻ്റ് ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇന്ത്യയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പൈറസി സൈറ്റുകളിലൊക്കെ പിന്നെ ലീക്കാകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. എന്തായാലും ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം പിന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്. പിന്നെ ടൈഗർ 3 ചിലപ്പോൾ വന്നേക്കാം എന്നൊരു ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ ചിലപ്പോൾ വന്നേക്കാം എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ മലയാള സിനിമയാണല്ലോ കാതൽ ദ കോർ വന്നത്, ഇത് ഹിന്ദി മൂവിയാണല്ലോ, ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏതൊക്കെ സിനിമകൾ കണ്ടു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ തോൽവി FC എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് അതിലൂടെ സംസാരിക്കാവുന്നതാണ്, സിനിമകളെക്കുറിച്ച് സീരീസുകളെ കുറിച്ചൊക്കെ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.